നമസ്കാരം. ഇന്ന് വേൾഡ് സീനിയർ സിറ്റിസൺ ഡേ ആണ്. ഇതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിലെ മേൽപ്രമ്പിലെ ജിംഖാന ക്ലബ്ബ് ഒരുക്കിയ അതിമനോഹരമായ ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. നിങ്ങൾ കാണുന്ന ദൃശ്യങ്ങളും ഞാൻ നൽകുന്ന സന്ദേശവും ആ ദൃശ്യങ്ങളിൽ കാണുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ളതല്ല. സീനിയർ സിറ്റിസൺഷിപ്പ് ഡേയുമായി ബന്ധപ്പെട്ട് നൽകുന്ന പൊതുവായ ഒരു സന്ദേശം മാത്രമാണ്. ഒരിക്കൽ വീടിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഓടി നടന്ന നമ്മുടെ മാതാപിതാക്കൾ പക്ഷേ ഇന്നവർ 4 ചുമരുകൾക്കുള്ളിൽ മിണ്ടാതിരിക്കുകയാണ്. ജനാൽ ചില്ലയിലൂടെ പുറത്തേക്ക് നോക്കി ഇന്ന് ആരെങ്കിലും വരുമോ എന്ന പ്രതീക്ഷയിൽ തണുത്തതും നിശബ്ദവുമായ കാത്തിരിപ്പുകൾ തുടരുകയാണ്. അവർക്കൊരു കാലത്ത് തിരക്കേറെ ഉണ്ടായിരുന്നു. അവരെ എല്ലാവർക്കും ആവശ്യമായിരുന്നു. ഒരു വീടിൻ്റെ, ഒരു നാടിൻ്റെ കേന്ദ്ര ബിന്ദുവായിരുന്നവർ, സന്താനങ്ങൾക്കൊക്കെ മാർഗം കാണിച്ചവർ. പക്ഷേ ഇന്ന് തിരക്കുള്ള ലോകം അവരെ മറന്നുപോയിരിക്കുന്നു. പലർക്കും മക്കളുണ്ട്. ചിലർക്ക് വലിയ തിരക്കായിരിക്കും, മറ്റു ചിലർ വിദേശത്തായിരിക്കും. പ്രായാധികത്താൽ വീട്ടിലിരിക്കുന്ന ആളുകളുടെ കയ്യിൽ ഒരുപക്ഷെ വില കൂടിയ ഫോണുകൾ ഉണ്ടായേക്കാം. അതിൽ ഒരു വിളി പ്രതീക്ഷിച്ച് പകൽ മുഴുവനും കാത്തു നിൽക്കുകയായിരിക്കും. രക്ഷിതാക്കളെ ഒന്ന് ബന്ധപ്പെടണമെങ്കിൽ ഓഫ് ഡേ ലഭിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇന്ന് അധികവും. എല്ലാം കണ്ടും കേട്ടും ജനിച്ചതുകൊണ്ട് മാത്രം ജീവിക്കണമെന്നുള്ളതുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ രക്ഷിതാക്കൾ, അവരിൽ ചിലർക്കൊക്കെ കുടുംബം പോലുമില്ല, പരിചരിക്കാൻ ആരുമില്ല. എന്നാൽ അവർ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കും. മക്കളെ, സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഇന്നത്തെ യുവതലമുറയുടെ ഒരു പ്രിയമുള്ളൊരു വാക്ക് കേൾക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവും. ചെറിയൊരു സന്ദർശനം പ്രതീക്ഷിക്കുന്നുണ്ടാകും. ഇതിലൂടെ ഒരുപാട് കാലമായി കേട്ടിട്ടില്ലാത്ത ആ ചിരി അവരിലേക്ക് വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. ഇതിനെല്ലാം നിങ്ങൾ സമയം കണ്ടെത്തണം. സമയമാകുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകരുത്. ഇന്നത്തെ ഇവരുടെ അവസ്ഥ നമ്മളും കടന്നു പോകേണ്ടതാണ്. നാം ഇന്ന് നമ്മുടെ അച്ഛനെയും അമ്മയെയും എങ്ങനെയാണോ പരിചരിക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ മക്കളിൽ നിന്നും തിരികെ ലഭിക്കുക. പണമുണ്ടാകാം, സ്വാധീനമുണ്ടാകാം, പക്ഷേ സ്നേഹവും സ്പർശനവും ഇല്ലെങ്കിൽ മനുഷ്യന് പിന്നെന്ത് വികാരമാണ് ഉണ്ടാകുക? ഈ കാണുന്ന പുഞ്ചിരിക്കുന്ന ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കൊന്നും മുകളിൽ പറഞ്ഞ സാഹചര്യമല്ല ഒരു പക്ഷേ ഉണ്ടാവുക. അവരെ നോക്കാനും പരിചരിക്കാനും അവരുടെ കുടുംബവും മക്കളും ഒക്കെ ഉണ്ടാകും. ഇവരെ ആരെയും കുടുംബം കൈവിട്ട് വൃദ്ധസദനത്തിൽ പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇവരുടെ ആഗ്രഹങ്ങൾക്കൊപ്പം ആ കുടുംബവും ജീവിക്കുന്നുണ്ടാവും. കാസർഗോഡ് ജില്ലയിലെ മേൽപ്രമ്പിലെ ജിംഖാന ക്ലബ്ബ് സീനിയർ സിറ്റിസൺ ആഘോഷത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടിയിലാണ് ഈ പുഞ്ചിരിക്കുന്ന മനുഷ്യഹൃദയങ്ങളെ കണ്ടത്. പണ്ടത്തെ കൂട്ടുകാരെ ജിംഖാനയിലെ യുവതലമുറ വീണ്ടും ഒരുമിച്ച് കൂട്ടി. ചിരികൾ തിരിച്ചു വന്നു. ഇവരുടെ ഒത്തുചേരൽ ഒരു നാട് ഹൃദയം തൊട്ട് ആഘോഷിക്കുകയാണ്. ജാബിർ സുൽത്താൻ, ഫൈസൽ എഫ്.ആർ, ഷംസീർ, ആരിഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി പഴയ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉത്തം ദാസ് പോലും തിരക്കുകൾ വിട്ട് ഒരു തലമുറയെ ആദരിക്കാൻ മുന്നിൽ നിന്നു.
സംഗമത്തിന് എത്താൻ സാധിക്കാത്ത ആളുകളുടെ വീട്ടിൽ ചെന്ന് അവർക്കുള്ള ആദരവ് കൈമാറി. ಮನುಷ್ಯರಿಗೆ ಇನ್ನೊಬ್ಬರ ಮೇಲೆ ವಿಶ್ವಾಸ ಇರಬೇಕು, ಪ್ರೀತಿ ಇರಬೇಕು, ಹೆಲ್ಪ್ ಮಾಡುವ ಶಕ್ತಿ ದೇವರು ಕೊಡಬೇಕು. അവസാനം എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, ഇനി സിറ്റിസൺ ഡേ വരെ കാത്തിരിക്കേണ്ട, ഇടയ്ക്കിടെ ഒത്തുചേരാം, ജീവിതം ആഘോഷമാക്കാം. അവസാനമായി ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, നമ്മുടെ വീട്ടിലെ ചില്ലിനരികിൽ ഇപ്പോഴും ഒരാൾ കാത്തിരിക്കുന്നു. ഒരു പുഞ്ചിരി, ഒരു പകലാണ് അവർക്ക് വേണ്ടത്. നമുക്കത് കൊടുക്കാം. ഒരു പുത്തൻ തലമുറയിലേക്ക് നമുക്ക് നൽകേണ്ട പാഠമായി ഇത് മാറും. നന്ദി, നമസ്കാരം.